അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഇബാദില്ലാഹ്. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമാഅത്തെ ഇസ്ലാമിയുടെ കോഴിക്കോട് ജില്ലാ സമിതിയുടെ ക്ഷണം സ്വീകരിച്ച് കോഴിക്കോട്ട് നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിന്റെ പേരിൽ ഊഷ്മളമായ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിക്കുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമി വിശദീകരണ യോഗമാണിത്. അതിരറ്റ ദയാപരനും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി വിശദീകരണ യോഗം അതുതന്നെ ഒരു പ്രത്യേകതയുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഇന്ന് പല സംഘടനകളും അവരെക്കുറിച്ച് വിശദീകരിക്കുന്നതിനു വേണ്ടിയല്ല സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്, മറ്റുള്ളവരെ തുറന്നു കാണിക്കുന്നതിനു വേണ്ടിയാണ്. പ്രത്യേകിച്ചും മുസ്ലിം സംഘടനകൾ സദാ സ്വീകരിച്ചു വരുന്ന രീതിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രസ്ഥാനം എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം വിശദീകരിക്കുന്നു എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ പ്രത്യേകത. ജമാഅത്തെ ഇസ്ലാമി മറ്റു പ്രസ്ഥാനങ്ങളെ അവയുടെ ദർശനങ്ങളെയും പ്രവർത്തനങ്ങളെയും നിരൂപണം ചെയ്യാറുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ ദർശനങ്ങളെയും പ്രവർത്തനങ്ങളെയും നിരൂപണം ചെയ്യുക എന്നത് പ്രസ്ഥാനത്തിന്റെ മുഖ്യ വിഷയമായി ജമാഅത്തെ ഇസ്ലാമി എടുത്തിട്ടില്ല. നിരൂപണം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളിൽ നിരൂപണം ചെയ്യാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ മനസ്സിലാക്കുന്നു, ചില കാര്യങ്ങളിൽ വിശദീകരണം ആവശ്യമുള്ള ഒരു സന്ദർഭമാണിത്. അതിന്റെ കാരണം ഏതാനും മാസങ്ങളായി കേരളത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും കേരളീയ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി രൂക്ഷമായ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായി വിമർശിക്കുന്ന ഒരു സംഘം സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ പ്രവർത്തകരാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആസന്നമായ സന്ദർഭത്തിലാണ് ആ വിമർശനത്തിന് അവർ തിരികൊളുത്തിയത്. ആ വിമർശനത്തിന്റെ സാഹചര്യം എന്തായിരുന്നു എന്ന് ആ വിമർശനത്തിന് മറുപടി പറയവേ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ അന്ന് വ്യക്തമാക്കിയിരുന്നതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം നടത്തണമെന്നും മുസ്ലിം വിരുദ്ധതയും ദലിത് വിരുദ്ധതയും പ്രചരിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ ശ്രമിക്കണമെന്നുമായിരുന്നു സിപിഎമ്മിന്റെ തീരുമാനം. അന്ന് തന്നെ ജമാഅത്തെ ഇസ്ലാമി ചൂണ്ടിക്കാണിച്ചതാണ് അത് സാധ്യമാവുകയില്ല. കാരണം
വളർന്നുവരുന്ന ഹിന്ദു സാമുദായികതയുടെയും സമുദായ ധ്രുവീകരണത്തിന്റെയും ഗുണഭോക്താക്കളാകാൻ CPM-ന് കഴിയുന്നതിനേക്കാൾ BJP-ക്ക് കഴിയും. അതിന്റെ ഗുണഭോക്താക്കളാകാൻ കോൺഗ്രസിന് കഴിയുന്ന അത്ര പോലും CPM-ന് കഴിയുകയില്ല. അതുകൊണ്ട് കേരളത്തിൽ ന്യൂനപക്ഷ വിരുദ്ധതയും ദലിത് വിരുദ്ധതയും പ്രചരിപ്പിക്കുന്നതിലൂടെ BJP-ക്ക് ഉണർവ് നൽകാൻ മാത്രമേ അത് സഹായകമാവൂ എന്നുള്ളതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വിലയിരുത്തൽ. ആ വിലയിരുത്തൽ ശരിയുണ്ടായിരുന്നോ എന്ന് ഇന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങളെ നോക്കിക്കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഊഹിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ CPM-ന്റെ നേതൃത്വം തന്നെ വളരെ വ്യക്തമായി ആ കാര്യം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ന്യൂനപക്ഷങ്ങളോട് സ്വീകരിച്ച സമീപനത്തിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്. ആ അബദ്ധം തിരുത്തുന്നതിനെക്കുറിച്ചാണ് CPM ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ന്യൂനപക്ഷങ്ങളെ അകറ്റുന്നതിന്റെ ഭാഗമായി ന്യൂനപക്ഷ വിരുദ്ധതയും ദലിത് വിരുദ്ധതയും പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമിയെ CPM നഖശിഖാന്തം എതിർത്തിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ അവർ വിലയിരുത്തി മനസ്സിലാക്കി ശരിയായ വഴിയിലൂടെ പോകുവാൻ വല്ല സാധ്യതയുമുണ്ടോ എന്നവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് രൂക്ഷമായ എതിർപ്പുകൾ പ്രകടിപ്പിച്ചത് മുസ്ലിം സാമുദായിക സംഘടനകളും മതസംഘടനകളുമാണ്. ഈ എതിർപ്പുകൾക്കും യഥാർത്ഥത്തിൽ തന്നെ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ആ പശ്ചാത്തലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. മുസ്ലിം ലീഗിന്റെ നേതാക്കളോട് എനിക്ക് പലപ്പോഴും വലിയ ബഹുമാനം തോന്നാറുണ്ട്. കാരണം അവർ ഞങ്ങളോട്, ജമാഅത്തെ ഇസ്ലാമി നേതൃത്വത്തോട് ദീർഘമായ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പത്രക്കാരോട് ഞാൻ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, 10-14 പ്രാവശ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. ആ സംഭാഷണങ്ങളുടെ അവസാനം വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മം ചർച്ചയ്ക്ക് വരികയുണ്ടായി. ആദ്യം മുതലേ വന്നു, അവസാനം കുറെക്കൂടി തീക്ഷണമായി വന്നു. അവർക്ക് ഞങ്ങളോട് പറയാനുണ്ടായിരുന്നത്, നിങ്ങളുടെ രാഷ്ട്രീയ ഉള്ളടക്കം അവസാനിപ്പിക്കണം. കേരളത്തിലെ എല്ലാ മതസംഘടനകളും രാഷ്ട്രീയ ഉള്ളടക്കം വേണ്ടെന്ന് വെച്ചിട്ടുള്ളവരാണ്. അവരെപ്പോലെ നിങ്ങളും രാഷ്ട്രീയ ഉള്ളടക്കം വേണ്ടെന്ന് വെക്കണം. രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ കടന്നു വരരുത്. അതിന്റെ അർത്ഥം എന്തായിരിക്കും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അഭിപ്രായ പ്രകടനം നടത്തരുത് എന്നത് മാത്രമല്ല അതിന്റെ അർത്ഥം. ആ രാഷ്ട്രീയ പാർട്ടികളോ സഖ്യകക്ഷികളോ എന്തു ചെയ്യുന്നുവെങ്കിലും അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളോ വിമർശനങ്ങളോ പാടില്ല. ഭഗൽപൂരിൽ കലാപമുണ്ടായപ്പോൾ നിങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചതുപോലെ, ബാബരി മസ്ജിദ് തകർന്നുപോയപ്പോൾ കോൺഗ്രസിനെ വിമർശിച്ചതുപോലെ, ശിലാന്യാസം സംഭവിച്ചപ്പോൾ കോൺഗ്രസിനെതിരായി ആഞ്ഞടിച്ചതുപോലെ ഭാവിയിൽ ഇനി നിങ്ങൾ ചെയ്യരുത്. ഞങ്ങളെയും സഖ്യകക്ഷികളെയും ഭരിക്കുവാനും പ്രവർത്തിക്കുവാനും വിടണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകരുത്. പക്ഷേ അവർക്ക് നമ്മളോട് പറയാനുണ്ടായിരുന്ന കാര്യം നമുക്ക് അവരോട് പറയാനുണ്ടായിരുന്ന കാര്യം വളരെ വ്യക്തമാണ്. നമ്മളവരോട് പറഞ്ഞു, ചെറുതായിരിക്കാം ഈ പ്രസ്ഥാനം,
പക്ഷേ ഈ പ്രസ്ഥാനം രാഷ്ട്രീയമായ ഉള്ളടക്കമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഈ ഉള്ളടക്കത്തെ നിരാകരിച്ചുകൊണ്ട് കേരളത്തിലെ മറ്റ് മതസംഘടനകളെ പോലെ ജീവിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾക്കത് സാധ്യമല്ല. കാരണം അത് ഞങ്ങളുടെ ഉണ്മയുടെയും സത്വത്തിന്റെയും നിരാകരണമാണ്. അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയമായ ഉള്ളടക്കമുണ്ട്, തുടക്കം മുതലേയുണ്ട്. ഇതിന്റെ ആദർശത്തിലുണ്ട്, ദർശനത്തിലുണ്ട്, സംസ്കാരത്തിലുണ്ട്, ചരിത്രത്തിലുണ്ട്. കാലാകാലങ്ങളിൽ അത് വികസിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടാണ് അത് ആരംഭിച്ചതെങ്കിൽ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് പുരോഗമിച്ചിട്ടുണ്ട്. ഫാസിസത്തിനെതിരായിട്ടുള്ള സമരത്തെ ആ രാഷ്ട്രീയം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള സമരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം പ്രായോഗികമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തികളെ തെരഞ്ഞുപിടിച്ച് സഹായിച്ചിട്ടുണ്ട്, ചില വ്യക്തികളെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിച്ചിട്ടുണ്ട്, പാർട്ടികളെ സഹായിച്ചിട്ടുണ്ട്, മുന്നണികളെ സഹായിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയ ഉള്ളടക്കത്തിന് വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാലാനുസൃതമായിട്ട്. ആ രാഷ്ട്രീയ ഉള്ളടക്കം ഇനിയും വികസിച്ചുകൊണ്ടിരിക്കും, വളർന്നുകൊണ്ടിരിക്കും. അതിനെ നിരാകരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ജീവിക്കുക സാധ്യമല്ല. മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെയും സമീപനം വളരെ തുറന്നതായിരുന്നു. അവർ പറഞ്ഞു, അങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കെതിരെ പ്രചാരണം അഴിച്ചുവിടേണ്ടതായി വരും. വളരെ തുറന്ന സമീപനം. മാത്രമല്ല, ഇതേ രീതിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങളുടെ കുടക്കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മതസംഘടനകളെയും ഞങ്ങൾ രംഗത്തിറക്കും, അവരുടെ സഹായം തേടും. അതിനുള്ള വേദി ഇപ്പോൾ തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ വേദിയെ ഞങ്ങൾ തൽക്കാലം തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. ആ വേദി പ്രവർത്തനക്ഷമമാകും എന്നവർ പറഞ്ഞു. ആയിക്കോട്ടെ. പക്ഷേ ഇതുകൊണ്ട് മാത്രം ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന്റെ മൗലികതയിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുമോ? അതിന്റെ സ്വത്വത്തിൽ തന്നെ അതിന് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുമോ? സാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സംസാരം അവസാനിപ്പിച്ചത്. മുസ്ലിം ലീഗ് ഞങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചു. അവരെ സഹായിക്കുന്നുവെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനമായി മാറുകയും അവരോട് ഇടയുമെങ്കിൽ മതതീവ്രവാദ പ്രസ്ഥാനമാവുകയും ചെയ്യുന്ന ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങളുള്ള ഒരു പ്രക്രിയയാണ് മുസ്ലിം ലീഗുമായുള്ള ഇടപാടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷെ ഇങ്ങനെയുള്ള ആഞ്ഞടികൾ നടത്തിയാൽ ഈ പ്രസ്ഥാനത്തെ ഈ ഭൂമിയിൽ നിന്ന് പിഴുതെടുക്കാൻ കഴിയും എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ പിഴുതെടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണോ ജമാഅത്തെ ഇസ്ലാമി? 1975 ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെട്ടിരുന്നു. ഒരു മുസ്ലിം സംഘടനയും ചോദിച്ചില്ലല്ലോ എന്തിനാണ് ഞങ്ങളുടെ ഒരു സഹജീവിയെ നിരോധിച്ചത് എന്ന്. ചോദിച്ചില്ലെന്ന് മാത്രമല്ല, ചില പണ്ഡിതന്മാർ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്, ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ച ഇന്ദിരാഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തിയേകണമേ എന്ന്.
പക്ഷെ 19 മാസമേ വേണ്ടി വന്നുള്ളൂ ജമാഅത്തെ ഇസ്ലാമി കൂടുതൽ കരുത്തോടുകൂടി പുനർജനിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധിയും കോൺഗ്രസ് തന്നെയും ആ തെരഞ്ഞെടുപ്പിൽ തുടച്ചു നീക്കപ്പെട്ടു. 1992 ബാബരി മസ്ജിദിന്റെ പതനത്തോടനുബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി വീണ്ടും നിരോധിക്കപ്പെട്ടു. എന്തിന്റെ പേരിലാണ് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചത്? ജമാഅത്തെ ഇസ്ലാമി പള്ളി പൊളിച്ചോ? പള്ളി പൊളിച്ചാൽ ക്ഷേത്രവും പൊളിക്കണം എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നോ? ഇന്ത്യയിൽ ആ സന്ദർഭത്തിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വർഗീയ കലാപത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകന് പങ്കുണ്ടായിരുന്നോ? പക്ഷേ മുസ്ലിം സമുദായത്തിലെ ഇത്രയും ഗൗരവമാർന്ന ഒരു സംഘടനയെ നിരോധിച്ചപ്പോൾ ഒരാളും ചോദിച്ചില്ല എന്തിനാണ് നിരോധിച്ചത് എന്ന്. ഈ നിരോധത്തിന് ശേഷമെങ്കിലും ഈ പ്രസ്ഥാനം ഭൂമിയിൽ ഇനി മുളച്ചു പൊന്തുകയില്ല എന്ന് സമാധാനിക്കുകയാണ് മുസ്ലിം സംഘടനകൾ അടക്കം ചെയ്തത്. രണ്ടു കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി പുനർജനിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കുന്നതിനു വേണ്ടി മുൻകൈയെടുത്ത രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്ന് എവിടെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. അതുകൊണ്ട് ശക്തമായ ഒരു പ്രതിരോധ നിര സൃഷ്ടിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെപ്പോലെ ഈ ഭൂമിയിൽ വേരുറപ്പുള്ള ഒരു സംഘടനയെ പിഴുതെടുക്കാമെന്നോ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരെ വനവാസത്തിനയക്കാമെന്നോ ആരും കരുതേണ്ടതില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമൂഹവുമായി കലഹിക്കാൻ വന്ന പ്രസ്ഥാനമല്ല. മുസ്ലിം സമുദായവുമായി കലഹിക്കാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചിട്ടുമില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലുടനീളം വേരുകളും ശാഖകളുമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇന്ത്യൻ മുസ്ലിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി കലഹിക്കേണ്ട ഒരു പരുവത്തിലല്ല എന്നുള്ളത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും പിറകോട്ട് തള്ളപ്പെട്ടിട്ടുള്ള ഒരു സമുദായമാണ് മുസ്ലിം സമുദായം എന്ന് നിങ്ങൾ അറിയണം. 10-11% മാത്രമാണ് ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിന്റെ സാക്ഷരത. സാമ്പത്തികമായും രാഷ്ട്രീയമായും സാമൂഹികമായും ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഈ സമൂഹത്തോട് കലഹിക്കുകയല്ല വേണ്ടത് എന്ന് മനസ്സിലാക്കിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ വിദ്യാഭ്യാസമായ പുരോഗതിക്ക് വേണ്ടി, അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി, അവരുടെ സാംസ്കാരികമായ ഔന്നത്യത്തിനു വേണ്ടി ഫലപ്രദമായ സംഭാവനകൾ അർപ്പിച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, വിശേഷിച്ച് നോർത്ത് ഈസ്റ്റ് ബെൽറ്റിൽ ഇപ്പോൾ ബഹുമാന്യനായ സിദ്ദീഖ് ഹസൻ സാഹിബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള മുസ്ലിം സമൂഹത്തിന്റെ വികസനത്തിനു വേണ്ടിയുള്ള വിഷൻ 2016 എന്ന പ്രോഗ്രാം ഭാരത ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മുസ്ലിം സേവനത്തിന്റെ ഒരു പദ്ധതിയാണ്. മുസ്ലിം സമുദായവുമായി കലഹിക്കുകയല്ല വേണ്ടത്. മുസ്ലിം സമുദായവുമായി കലഹിക്കാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചിട്ടില്ല. മൊത്തം ഇന്ത്യയിലും തീരുമാനിച്ചിട്ടില്ല, കേരളത്തിലും തീരുമാനിച്ചിട്ടില്ല, തീരുമാനിക്കുകയുമില്ല.
മാത്രമല്ല മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ജമാഅത്തെ ഇസ്ലാമി നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യത്ത്, ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഒരു സമൂഹത്തിന്റെ സ്വത്വം നിലനിർത്തുക? സ്വത്വം നിലനിർത്തണമെങ്കിൽ അവരുടെ ദർശനവും വിശ്വാസവും ആശയങ്ങളും നിലനിൽക്കണം. അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അവരുടെ പള്ളികളും ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിലനിൽക്കണം. അതിന് ജമാഅത്തെ ഇസ്ലാമി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അവരുടെ സാമ്പത്തിക സ്ഥാപനങ്ങൾ നിലനിൽക്കണം. അവരെ പ്രതിനിധീകരിക്കുന്ന അടയാളങ്ങളും സിംബലുകളും നിലനിൽക്കണം. ഒരു രാജ്യത്ത്, ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ ഏതൊരു സമൂഹത്തിന്റെയും നിലനിൽപ്പിന് ആവശ്യമതാണ്. ഈ വിഷയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി കഠിനാധ്വാനം ചെയ്തു എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ശിഥിലമായി കിടക്കുന്ന മുസ്ലിം സമൂഹത്തിലെ സംഘടനകളെയും പണ്ഡിതന്മാരെയും ഏകീകരിക്കുന്നതിൽ നേതൃപരമായ പങ്ക് ജമാഅത്തെ ഇസ്ലാമി വഹിച്ചിട്ടുണ്ട്. മുസ്ലിം മജ്ലിസെ മുഷാവറയുടെ രൂപീകരണമാണ് തുടർന്നുള്ള എല്ലാ മുസ്ലിം സൗഹാർദ്ദവേദികളുടെയും മുസ്ലിം കൂട്ടായ്മകളുടെയും മാതാവായി പരിഗണിക്കപ്പെടുന്ന വേദി. ആ വേദിയുടെ നിർമ്മാണത്തിൽ ജമാഅത്തെ ഇസ്ലാമി നേതൃപരമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രാതിനിധ്യമുണ്ട്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് നേതൃത്വപരമായ പങ്ക് ജമാഅത്തെ ഇസ്ലാമി വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിക സമൂഹത്തിനെതിരായിട്ടുള്ള കയ്യേറ്റങ്ങൾ ഇന്ത്യയിൽ എവിടെ നടന്നോ അവിടെ മുസ്ലിങ്ങളോട് തോളു ചേർന്ന് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ നടന്ന സമരങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. ശരീഅത്ത് സംവാദ കാലത്ത് ഇസ്ലാമിക സമൂഹത്തിന് ബുദ്ധിപരമായ നേതൃത്വം നൽകിയതാരായിരുന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി സഹായിച്ചത് ഇടതുപക്ഷത്തെയായിരുന്നു. പക്ഷേ ഇടതുപക്ഷത്തിനെതിരായി മുസ്ലിം ലീഗിന്റെയും സഖ്യസംഘടനകളുടെയും നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഏത് സമരത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പങ്കാളിത്തമുണ്ടായിരുന്നില്ലാത്തത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളിൽ, മദ്രസ വിദ്യാഭ്യാസം നശിപ്പിക്കുവാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾക്കെതിരായിട്ട് നടന്ന സമരങ്ങളിൽ, പാഠപുസ്തകങ്ങളിൽ ഇസ്ലാം വിരുദ്ധമായ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതിനെതിരായിട്ടുള്ള സമരങ്ങളിൽ ഒരു സമരത്തിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃപരമായ പങ്ക് ഇല്ലാതിരുന്നിട്ടില്ല. വിവാഹ രജിസ്ട്രേഷൻ സംബന്ധമായ പ്രശ്നങ്ങളിൽ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മറ്റു സാംസ്കാരിക വിഷയങ്ങളിൽ എല്ലാം മുസ്ലിം സമുദായത്തിലെ സംഘടനകളോട് ചേർന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിം സമുദായവുമായോ മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും സംഘടനകളുമായോ കലഹിക്കാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ നാട്ടിൽ ഉയർത്തിപ്പിടിച്ച ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾക്ക് വേണ്ടി അതിന്റെ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നും ഇന്നും. എന്താണ് ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസക്തി? ഒന്നാമത്തെ പ്രസക്തി, ഇതൊരു നവോത്ഥാന പ്രസ്ഥാനമാണ് എന്നുള്ള പ്രസക്തിയാണ്. എന്താണ് നവോത്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നവോത്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക ആശയങ്ങളെ നമ്മുടെ കാലഘട്ടത്തിന്റെ ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്യുക എന്നുള്ളതാണ്.
ഒരു മുജദ്ദിദിന് നിർവഹിക്കുവാനുള്ള, ഒരു തജ്ദീദി പ്രസ്ഥാനത്തിന് നിർവഹിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അതാണ്. ആ ദൗത്യം ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചിട്ടുണ്ടോ? ആ ദൗത്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർവഹിക്കപ്പെടുന്നതിന് ബുദ്ധിപരമായ അടിത്തറ ജമാഅത്തെ ഇസ്ലാമി നൽകിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം അർത്ഥവത്തായ അന്വേഷണമാണ്. കേരളത്തിൽ ഈ ദൗത്യം ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചിട്ടുണ്ടോ? കേവലം മാല മൗലൂദുകളിലും അപ്പപ്പാട്ടുകളിലും കുപ്പിപ്പാട്ടുകളിലും പരിമിതമായിരുന്ന ഇസ്ലാമിയുടെ സാഹിത്യശാഖയെ കാലഘട്ടത്തോട് സംവദിക്കാൻ കഴിയുന്ന ആർജവത്തോടുകൂടി വളർത്തിയെടുത്തിട്ടുള്ള ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ, നമ്മുടെ രാജ്യത്തിലെ ടെക്നോക്രാറ്റുകളും പ്രൊഫഷണലുകളുമായ ആളുകൾ, നമ്മുടെ രാജ്യത്തിലെ മാനവിക രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയും മാനവിക വിഷയങ്ങളിൽ അവഗാഹം നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ബുദ്ധിജീവികൾ, ഇവരോടൊക്കെ സംവദിക്കാൻ കഴിയുന്ന ഒരു ഭാഷ ഇസ്ലാമിക ദർശനത്തിന് നൽകി എന്നുള്ള സംഭാവന കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി നൽകിയിട്ടുള്ള സംഭാവനയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് പാറ്റന്റ് അവകാശം വകവെച്ചു കൊടുക്കാതെ തന്നെ കേരളത്തിലെ മുസ്ലിം സംഘടനകളും മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം നേതാക്കന്മാരും ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. പാശ്ചാത്യൻ സംസ്കാരം ഇസ്ലാമിക സംസ്കാരത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണം. പാശ്ചാത്യൻ ദർശനങ്ങളെയും പാശ്ചാത്യൻ പ്രസ്ഥാനങ്ങളെയും പാശ്ചാത്യൻ സംസ്കാരങ്ങളെയും പ്രതിരോധിക്കുവാൻ, അതിനെ വിജയകരമായി അഭിസംബോധന ചെയ്യുവാനുള്ള ശേഷി, ഇസ്ലാമിക സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് അഭിസംബോധന ചെയ്യുവാനുള്ള ശേഷി ഇസ്ലാമിക ലോകത്തെ മതപണ്ഡിതന്മാർക്കും സമൂഹ നേതാക്കന്മാർക്കും നൽകിയത് ജമാഅത്തെ ഇസ്ലാമിയാണ്. കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാശ്ചാത്യൻ ദർശനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ചിന്താധാരയുടെ ഇസ്ലാമിന്റെ അടിത്തറയിൽ നിൽക്കുന്ന ചിന്താധാരയുടെ മൂലക്കല്ലുകൾ എവിടെ എന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹിത്യങ്ങളിലും ഗ്രന്ഥങ്ങളിലുമാണ് നിങ്ങൾക്കത് കാണാൻ കഴിയുക. കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ കഴിയുക എന്നുള്ളതും കാലഘട്ടത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുക എന്നുള്ളതുമാണ് ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ദൗത്യം. ആ ദൗത്യം ജമാഅത്തെ ഇസ്ലാമി വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നവോത്ഥാനത്തിന് കാലികമായ മറ്റൊരു പ്രസക്തി കൂടിയുണ്ടായിരുന്നു. ആ പ്രസക്തി ചരിത്രത്തിൽ മതത്തിന്റെയും ധാർമ്മിക മൂല്യങ്ങളുടെയും സാന്നിധ്യത്തെ രാഷ്ട്രീയത്തിൽ നിന്നും സാമൂഹ്യ ജീവിതത്തിൽ നിന്നും നിരാകരിച്ച ഒരു സന്ദർഭത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി കടന്നുവരുന്നത് എന്നുള്ള പ്രസക്തിയായിരുന്നു. ഇസ്ലാം കേവലമായ ഒരു മതമാണ്, ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും മതം. അതിനപ്പുറത്ത് ഏതെങ്കിലും വിധിവിലക്കുകൾ ഉണ്ടെങ്കിൽ ആ വിധിവിലക്കുകൾ മനുഷ്യന്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രമാണ്.
എന്ന് എല്ലാ മതങ്ങളെയും കുറിച്ചുള്ള നിഗമനത്തിലെത്തി എന്നുള്ളതായിരുന്നു ആധുനിക പാശ്ചാത്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. മുസ്ലിം സമുദായത്തിലെ മതപണ്ഡിതന്മാരും അതിൽ വീണുകഴിഞ്ഞിരുന്നു. ഈ ഘട്ടത്തിലാണ് 20-ാം നൂറ്റാണ്ടിന്റെ നവോത്ഥാനം എന്നുള്ള നിലയിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ജന്മമെടുക്കുന്നത്. അതിൽ ചിന്താപരമായ, ബുദ്ധിപരമായ ഏറ്റവും അടിത്തറയുള്ള പ്രസ്ഥാനം ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ജന്മം കൊണ്ട ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. ലോകത്ത്, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ, ഇന്ത്യ മഹാരാജ്യത്ത്, നമ്മുടെ കേരളത്തിലും കേവലം മതമാണ്, അനുഷ്ഠാനമാണ് ഇസ്ലാം എന്നതിൽ നിന്ന് ഇസ്ലാം ഒരു സമഗ്രമായ ജീവിത വ്യവസ്ഥിതിയാണ് എന്നതിലേക്ക് മുസ്ലിം സമൂഹത്തെയും പൊതുസമൂഹത്തെയും കൊണ്ടുവരാൻ ജമാഅത്തെ ഇസ്ലാമി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഇസ്ലാം സമഗ്ര ജീവിത വ്യവസ്ഥയാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞപ്പോൾ, അല്ല, അത് കേവല മരണപദ്ധതിയാണ് എന്ന് പറയാൻ കേരളത്തിൽ പോലും ഉൽപ്പതിഷ്ഠു പണ്ഡിതന്മാർക്കിടയിൽ പോലും ആളുകളുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിന്റെ സവിശേഷത. ഇന്ന് ഇസ്ലാമിന്റെ സമഗ്രത അംഗീകരിക്കാത്തവരായി ആരുമില്ല. ഇസ്ലാം ഒരു സമഗ്ര ജീവിത വ്യവസ്ഥിതിയാണ്. അത് ജീവിതത്തിന്റെ നിഖില മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ള കാര്യം മുസ്ലിം സമൂഹം പൊതുവിൽ അംഗീകരിച്ചിരിക്കുന്നു. അതേ മാത്രമല്ല, പൊതുസമൂഹവും അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ ഇസ്ലാം ഒരു സമഗ്ര ജീവിത വ്യവസ്ഥിതിയാണ് എന്ന് പറയുന്നതിന്റെ ഒരു ഉത്തരവാദിത്വവും ബാധ്യതയുമുണ്ട്. ആ ഉത്തരവാദിത്വവും ബാധ്യതയും ഏറ്റെടുക്കുവാൻ ഒരു മുസ്ലിം സംഘടനയും സന്നദ്ധമായിട്ടില്ല എന്നുള്ളതാണ് ഇന്നും ജമാഅത്തെ ഇസ്ലാമിയെ പ്രസക്തമാക്കി നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇസ്ലാം ഒരു സമഗ്ര ജീവിത വ്യവസ്ഥിതിയാണ് എന്ന് അംഗീകരിക്കുന്നു മുസ്ലിം സംഘടനകൾ. പക്ഷേ അതിന്റെ ഉത്തരവാദിത്വം ഈ 21-ാം നൂറ്റാണ്ടിൽ, ഈ ഭാരതീയ സമൂഹത്തിൽ, ഈ കേരളീയ സമൂഹത്തിൽ ഏറ്റെടുക്കുവാൻ സന്നദ്ധമാണോ എന്ന് ചോദിച്ചാൽ, സന്നദ്ധമാണ് എന്ന് പറയാൻ ധൈര്യമുള്ള, ആർജവമുള്ള ഒരൊറ്റ മുസ്ലിം സംഘടനയും ഇന്ന് കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. അവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസക്തി. പക്ഷെ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഇസ്ലാമിന്റെ ഈ സാമൂഹ്യ പ്രതിനിധാനത്തെയും ഈ രാഷ്ട്രീയ പ്രതിനിധാനത്തെയും അടയാളപ്പെടുത്തിയ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സംഭവങ്ങളല്ല, എല്ലാ കാലത്തും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അടയാളപ്പെടുത്തിയിടുക എന്നത് മഹത്തായ ഒരു നവോത്ഥാന ദൗത്യമാണ്. ആ അടയാളപ്പെടുത്തലിന് വേണ്ടി രക്തസാക്ഷ്യം വഹിക്കുക എന്നത് ഏറ്റവും വലിയ ഒരു രക്തസാക്ഷ്യവുമാണ്. ഇന്ന് മുഹറം 8, നാളെ 9, മറ്റന്നാൾ 10. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനെ കുറിച്ച് നിങ്ങൾക്കറിയാം. മുആവിയയിൽ നിന്ന് അധികാരം യസീദിലേക്ക് നീങ്ങി, മകൻ യസീദിലേക്ക്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ദുരന്തപൂർണമായ ഒരു സംഭവമായിരുന്നു അത്. ദീനീ വിജ്ഞാനവും ദൈവഭക്തിയും മനുഷ്യരോട് സ്നേഹവും നീതിബോധവുമുള്ള, കാര്യനിർവഹണ ശേഷിയുമുള്ള ആളുകളെ
മുസ്ലിം സമുദായത്തിനകത്തുനിന്ന് തിരഞ്ഞെടുത്ത് ഖലീഫ എന്ന പദവിയിലേക്ക് അവരോധിക്കുന്നതിന് പകരം ഒരു ഖലീഫയുടെ പിൻഗാമിയായി അയാളുടെ പുത്രൻ വരിക എന്ന ചരിത്രത്തിലെ ദുരന്തപൂർണമായ ഒരു വ്യതിയാനം, ഖിലാഫത്തിൽ നിന്ന് മുലൂക്കിയത്തിലേക്കുള്ള വ്യതിയാനം. യസീദിനെ പോലെ അധർമ്മിയായി മനസ്സിലാക്കപ്പെടുന്ന ഒരു വ്യക്തി അധികാരത്തിലേക്ക് വരിക എന്നത് മാത്രമായിരുന്നില്ല പ്രശ്നം. മറിച്ച് ഇസ്ലാമിക ഖിലാഫത്ത് മുലൂക്കിയത്തിലേക്ക്, രാജവാഴ്ചയിലേക്ക്, കുടുംബവാഴ്ചയിലേക്ക് വഴുതിമാറുക എന്നുള്ളതായിരുന്നു പ്രശ്നം. ഈ പ്രശ്നത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഒരുങ്ങിപ്പുറപ്പെട്ടു. പ്രവാചകന്റെ പൗത്രനോട് പറഞ്ഞു, ശത്രുക്കൾ പറഞ്ഞു, ഇങ്ങോട്ട് വരേണ്ടതില്ല, താങ്കൾ പ്രവാചകന്റെ പൗത്രനാണ്, താങ്കൾക്ക് വരാൻ പറ്റിയ ഒരു മേഖലയല്ല ഇത്, താങ്കൾ ഒരുങ്ങി പുറപ്പെടരുത്. ഒരുങ്ങിപ്പുറപ്പെട്ടാൽ താങ്കൾ വിശുദ്ധനാണെന്നോ താങ്കൾ പ്രവാചകന്റെ പൗത്രനാണെന്നോ നോക്കാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. താങ്കൾ യസീദിന്റെ അല്ലെങ്കിൽ ഇബ്നു സിയാദിന്റെ ഖഡ്ഗത്തിനിരയാകും. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അടങ്ങിയിരിക്കാനാവില്ല, എനിക്കടങ്ങിയിരിക്കാനാവില്ല. ഇസ്ലാമിക ഖിലാഫത്ത് മുലൂക്കിയത്തിലേക്ക് വഴിമാറുന്ന ഈ സംഭവത്തെ നോക്കി വീട്ടിലിരിക്കാൻ, അനുഷ്ഠാന കർമ്മങ്ങളിൽ പരിമിതപ്പെടണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ എനിക്കാവില്ല. ഞാൻ പോവുകയാണ്. ജനങ്ങളോട് ചോദിച്ചു, ആളുകളോട് ചോദിച്ചു, ജനങ്ങൾ എങ്ങനെയുണ്ട്? ആളുകൾ പറഞ്ഞു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട്, ആളുകളുടെ മനസ്സ് താങ്കളോടൊപ്പമാണ്, പക്ഷേ അധികാരവും ഖഡ്ഗങ്ങളും യസീദിനോടൊപ്പമാണ്. ആളുകളുടെ മനസ്സ് താങ്കളോടൊപ്പമാണ്, അധികാരവും ഖഡ്ഗങ്ങളും യസീദിനോടൊപ്പമാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ഞാൻ എന്നെ അടയാളപ്പെടുത്തേണ്ടുന്ന, ചരിത്രത്തിലെ ഏറ്റവും ധീരമായ ചെറുത്തുനിൽപ്പ് അടയാളപ്പെടുത്തേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. അദ്ദേഹം ഒരുങ്ങിപ്പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ സമരപോരാട്ടങ്ങൾ കൊണ്ടല്ല, പ്രവാചകന്റെ പൗത്രനായ അദ്ദേഹത്തിന്റെ രക്തസാക്ഷ്യം കൊണ്ട് അദ്ദേഹം ഇസ്ലാമിന്റെ രാഷ്ട്രീയ പ്രതിനിധാനം അടയാളപ്പെടുത്തിയിട്ടു. അദ്ദേഹത്തിനോടൊപ്പം രക്തസാക്ഷികളായ 20 വിശ്വാസികളുടെ ജഡം, അതിൽ നിന്ന് മുറിച്ചെടുക്കപ്പെട്ട തല ഇബ്നു സിയാദിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടുന്നുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ വടികൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇബ്നു സിയാദ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ, ചുണ്ടുകളിൽ തന്റെ വടികൊണ്ട് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇബ്നു അർഖം എന്ന സഹാബി പറയുന്ന ഒരു വാക്കുണ്ട്, ഇബ്നു സിയാദ്, താങ്കൾക്കറിയാമോ ഏത് ചുണ്ടിലാണ് താങ്കൾ വടികൊണ്ട് കുത്തുന്നതെന്ന്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടുകൾ, ആ ചുണ്ടുകളോട് ചേരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ചെയ്യരുത്. പക്ഷെ ഇബ്നു സിയാദിന്റെ മറുപടി, താങ്കൾ ഒരു കിളവനാണ്,
ഒരു സഹാബിയോടാണ് പറയുന്നത്, താങ്കൾ ഒരു കിളവനാണ്, അതുകൊണ്ട് ഞാൻ താങ്കളെ വെറുതെ വിടുന്നു, അല്ലെങ്കിൽ ഈ ഗഡ്ഗം താങ്കളുടെ കാര്യം തീരുമാനിക്കുമായിരുന്നു. പ്രവാചകന്റെയും ഈ മനുഷ്യന്റെയും ചുണ്ടുകൾ ഒരുമിച്ച് ചേരുന്നത് കണ്ട താങ്കളുടെ കണ്ണ് കലങ്ങിപ്പോകട്ടെ എന്നായിരുന്നു ഇബ്നു സിയാദിന്റെ ആക്രോശം. രാഷ്ട്രീയം മത്തുപിടിക്കുമ്പോൾ, അധികാരം അതിന്റെ ഉച്ചിയിലെത്തുമ്പോൾ, പക്ഷേ പ്രവാചകന്റെ പൗത്രനാണെന്ന് നോക്കേണ്ടുന്ന കാര്യം, തങ്ങളുടെ സഹജീവികളിൽപ്പെട്ടവരാണെന്ന് നോക്കേണ്ടുന്ന കാര്യം രാഷ്ട്രീയക്കാർക്കുണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി ഫത്വകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന മൗലവിമാർക്കും മൗലാനമാർക്കും കൂടി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ചരിത്രത്തിന്റെ സാക്ഷ്യം. പക്ഷേ അതുകൊണ്ട് മാത്രം ഇസ്ലാമിന്റെ രാഷ്ട്രീയ പ്രതിനിധാനത്തിന്റെ ഭാഗം അടയാളപ്പെടുത്താതിരിക്കാൻ ഇസ്ലാമിന്റെ മൗലികതയെക്കുറിച്ചറിയുന്ന ആർക്കും സാധ്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാം ഒരു സമഗ്ര ജീവിത വ്യവസ്ഥയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, പക്ഷേ ആ സമഗ്രതയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ ഇതുവരെ സന്നദ്ധരായിട്ടില്ല. ഇസ്ലാം ഒരു സമഗ്ര ജീവിത പ്രസ്ഥാനമാണെന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കമാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം കേവലമായ ഒരു ഉള്ളടക്കം എന്ന നിലയിൽ മാത്രമല്ല സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് തോന്നും, ഇസ്ലാമിൽ ദർശനമുണ്ട്, ആദർശമുണ്ട്, വിശ്വാസമുണ്ട്, അനുഷ്ഠാനമുണ്ട്, വിധിവിലക്കുകളുണ്ട്, സ്വഭാവചര്യകളുണ്ട്, സംസ്കാരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നാഗരികതയുണ്ട്, കൂട്ടത്തിൽ രാഷ്ട്രീയവുമുണ്ട് എന്ന് നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കും. പക്ഷേ ഏതൊരു സമൂഹത്തിലും രാഷ്ട്രീയം ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഘടകമാണ്, അധികാരമാണ്. ആ ഘടകത്തിന്റെയും അധികാരത്തിന്റെയും മേഖലയിൽ ഇസ്ലാമിന്റെ പ്രതിനിധാനം നിങ്ങൾക്ക് സാധ്യമാണോ എന്നുള്ള ചോദ്യം ഇസ്ലാമിക സമൂഹത്തിലെ എല്ലാ മതസംഘടനകളോടും ചോദിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ പ്രതിനിധാനത്തിനെന്നും? ചില ആളുകൾ വിചാരിക്കുന്നത് ഇസ്ലാമിന്റെ രാഷ്ട്രീയ പ്രതിനിധാനം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് കുറച്ച് മദ്രസകൾക്ക് അനുവാദം കിട്ടണം, കുറച്ച് സ്കൂളുകൾക്ക് അനുവാദം കിട്ടണം, അടുത്ത ഗവൺമെന്റ് വരുമ്പോഴെങ്കിലും ചില സ്വാശ്രയ സ്ഥാപനങ്ങൾ വാങ്ങിയെടുക്കാൻ കഴിയണം എന്നുള്ളതാണ് ചില സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ പ്രതിനിധാനം. പക്ഷേ ഇസ്ലാമിനെ വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിച്ചറിഞ്ഞിട്ടുള്ള, പ്രവാചകചര്യയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള, ഇസ്ലാമിന്റെ ഇടപര്യന്തമുള്ള ചരിത്രത്തെ സംബന്ധിച്ച് അനുദിനം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പ്രതിനിധാനം, ഇസ്ലാമിന്റെ രാഷ്ട്രീയ പ്രതിനിധാനം ഈ സ്കൂളുകൾ വാങ്ങിയെടുക്കലാണ് എന്ന് ജമാഅത്ത് മനസ്സിലാക്കുന്നില്ല. ഒരു പ്രസ്ഥാനത്തിനും അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടേതുപോലുള്ള ഒരു സമൂഹത്തിൽ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ പ്രതിനിധാനം എന്താണ്? ഒന്നാമത്തെ പ്രതിനിധാനം സാമൂഹ്യമായ നീതി എന്നതാണ്. സാമൂഹ്യമായ നീതി എന്ന ആശയം അതൊരു ദൈവികമായ മൂല്യമാണ്. ഇസ്ലാം എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മൂല്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഹിറാ ഗുഹയിൽ നിന്ന് ആരംഭിക്കുകയും ബദറിലൂടെയും ഉഹദിലൂടെയും അഹ്സാബ് യുദ്ധത്തിലൂടെയും കടന്നുപോവുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യപ്രഭാഷണത്തിലൂടെ, ഹജ്ജത്തുൽ വിദാഇലൂടെ
ഉജ്ജ്വലമായി തീരുകയും ചെയ്ത, ശാശ്വതിക സ്വഭാവമുള്ളതായി തീരുകയും ചെയ്ത ഈ സാമൂഹ്യനീതി എന്നതാണ് ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധാനം. കോടാനുകോടി മനുഷ്യർ സഹസ്രാബ്ദങ്ങളായി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന നിന്ദിതവും പീഡിതവുമായ അവസ്ഥയ്ക്ക് അഭിസംബോധന ചെയ്യുവാൻ സങ്കീർണമായ ശ്രേണീബന്ധങ്ങളിലൂടെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് മോചനത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കുവാൻ ഇസ്ലാമിന്റെ സാമൂഹ്യനീതിക്ക് കഴിയും എന്ന ആശയത്തെ പ്രതിനിധാനം ചെയ്യാൻ, രാഷ്ട്രീയത്തിൽ പ്രതിനിധാനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ എങ്കിൽ അത് ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ പ്രതിനിധാനമാണ്. ഖലീഫ ഉമറിനെ സംബന്ധിച്ച് നാം പറയാറുണ്ട്. ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ നീതി നടപ്പാക്കിയ ആളായിരുന്നു. നീതിമാനായ ഉമർ എന്നതാണ് ചരിത്രത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതിനിധാനം. അല്ലാഹുവിങ്കൽ നിന്ന് അവതീർണമായതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വിശദീകരിക്കപ്പെട്ടതും ഖുലഫാഉർ റാഷിദുകളിലൂടെ വികസിച്ചു വന്നിട്ടുള്ളതുമായ ഇസ്ലാമിനെയാണോ നിങ്ങൾ പ്രതിനിധാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എങ്കിൽ ആ പ്രതിനിധാനം 4 മദ്രസകൾ വാങ്ങിയെടുക്കുന്നതിന്റെ പ്രതിനിധാനമല്ല, മറിച്ച് ഇസ്ലാം ഉൾക്കൊള്ളുന്ന സാമൂഹ്യനീതിയുടെ പ്രതിനിധാനമാണ്. ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ രണ്ടാമത്തെ പ്രതിനിധാനം സുതാര്യതയോടുകൂടിയ അഴിമതിരഹിതമായിട്ടുള്ള ഭരണം എന്നതാണ്. ഏതൊരു പെൺകുട്ടിക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഭരണാധികാരിയെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന അസാധാരണമായ സ്വാതന്ത്ര്യമാണ്, പൗരാവകാശമാണ്, സുതാര്യതയാണ് ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ പ്രതിനിധാനം എന്ന് പറയുന്നു. ഈ പ്രതിനിധാനത്തെ ഉയർത്തിപ്പിടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അഴിമതിക്കെതിരെയും സ്വജനപക്ഷപാതങ്ങൾക്കെതിരെയും നിശബ്ദത പുലർത്താൻ ഇന്ത്യയിൽ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തോട് ആവശ്യപ്പെടുക എന്നതിനേക്കാൾ വലിയ വിഡ്ഢിത്തം എന്തുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. 1.25 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് സ്പെക്ട്രം അഴിമതി. 1.25 ലക്ഷം കോടി രൂപയുടെ അഴിമതി. ആ അഴിമതിയെക്കുറിച്ച് നിങ്ങൾ നിശബ്ദരാകണം. PSC നിയമനത്തിന്റെ അഴിമതിയെക്കുറിച്ച് മാത്രം നിങ്ങൾ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം അത് ഇസ്ലാമിന്റെ സാമൂഹ്യ ഉള്ളടക്കത്തിന്റെ, ഇസ്ലാമിന്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തിന്റെ പ്രതിനിധാനമാവില്ല. ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രീയത്തെ തന്നെയാണ്. ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നു അത് കൈവെട്ടലാണ്, തലയറുക്കലാണ്, എറിഞ്ഞുകൊല്ലലാണ്, 4 പെണ്ണുകെട്ടലാണ്, കെട്ടിയതിനെ ചൊല്ലലാണ്. ഇതാണത്രേ ഇസ്ലാമിക രാഷ്ട്രീയം. ഇതാണ് ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്നതിൽ ആത്യന്തിക സെക്യുലറിസ്റ്റുകളായ കമ്മ്യൂണിസ്റ്റുകൾക്ക് എത്ര പങ്കുണ്ടോ അതേക്കാൾ വലിയ പങ്ക് ജമാഅത്തെ ഇസ്ലാമി വിമർശകരായിട്ടുള്ള മതസംഘടനകൾക്കുമുണ്ട് എന്ന് ഞാൻ വളരെ ശക്തമായി വാദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾക്കും അതിൽ പങ്കുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയായി നിർത്തുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയായി നിർത്തിക്കൊണ്ട് മതസംഘടനകളും അൾട്രാ സെക്യുലറിസ്റ്റുകളും ചേർന്നുകൊണ്ട് അമ്പെയ്യുന്നു. ആളുകൾ വിചാരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയെയാണ് അമ്പെയ്തു തകർക്കുന്നത് എന്ന്. പക്ഷേ അവരുടെ യഥാർത്ഥ അമ്പ്
ഇസ്ലാമിന് നേരെയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത മതസംഘടനകൾ അവർക്ക് വേദികൾ ഒരുക്കുകയും കൊലക്കാൻ വില്ലുകൾ വെച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നതിൽ നിന്നാണ് അവർക്ക് കൂടി പങ്കുണ്ട് എന്ന് വാദിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമി നിർബന്ധിതമായി തീരുന്നത്. സാമൂഹ്യനീതി, സുതാര്യമായ ഭരണം, അഴിമതിരഹിതമായ ഭരണം, തുല്യതയില്ലാത്ത നീതി നിർവഹണം, ഇതിനെയൊക്കെ ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ, അതാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയം, ആ സൊസൈറ്റിയിൽ പ്രതിനിധീകരിക്കാൻ കഴിയുക എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ ഒരു മുസ്ലിമിന്റെ ഭാഗ്യമാണ്. ആ ഭാഗ്യം സിദ്ധിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ. ദീർഘമായ കാലഘട്ടത്തിൽ അലംഘനീയമായ നേതൃത്വവുമായി ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ നയിച്ച മഹാനുഭാവനാണ് ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൈവെട്ടിയതായി നാം എവിടെയും കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആരെയും എറിഞ്ഞു വന്നതായി കേട്ടിട്ടില്ല. പക്ഷേ കള്ളന്മാരെ പിടിച്ചുകൊണ്ടുവന്നു, ദാരിദ്ര്യമാണ് അവരെ കക്കാൻ പ്രേരിപ്പിച്ചത് എന്നറിഞ്ഞപ്പോൾ അവർക്ക് പാരിതോഷികങ്ങൾ കൊടുത്ത് അവർക്ക് ജീവിതത്തിനുള്ള വഴിയുണ്ടാക്കി അവരെ ജീവിക്കാൻ വിടുകയും അവരെ കഷ്ടപ്പെടുത്തിയിട്ടുള്ള തൊഴിൽ ദാതാവിനെ പിടിച്ച് പരിഹാരം ഈടാക്കുകയും ശിക്ഷിക്കുകയും ചെയ്ത ചരിത്രം ഖലീഫ ഉമറിന്റെ ചരിത്രമാണ്. വ്യഭിചാരിണിയായ സ്ത്രീ കൊണ്ടുവരപ്പെട്ടു ഖലീഫ ഉമറിന്റെ കോടതിയിൽ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ അന്വേഷിക്കണം, ഏതു സാഹചര്യത്തിലാണ് അവൾ വിഭജിക്കാൻ നിർബന്ധിതയായത്. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, വെള്ളമുണ്ടായിരുന്നില്ല കയ്യിൽ, കുടിക്കാൻ പാലടക്കം ഒന്നുമുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത് താമസമാക്കിയ ഒരാളോട് വെള്ളം ചോദിച്ചു, പാല് ചോദിച്ചു. പകരം ആവശ്യപ്പെട്ടത് ഈ സ്ത്രീയുടെ ശരീരമായിരുന്നു, സ്ത്രീയുടെ ശരീരം. അവൾ പറഞ്ഞു സാധ്യമല്ല. ഒരു ദിവസം പറഞ്ഞു, രണ്ടാമത്തെ ദിവസം പറഞ്ഞു, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വ്യഭിചാരം എന്നത് തെരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ വ്യഭിചാരം തെരഞ്ഞെടുത്തു. ഖലീഫ ഉമർ അവരെ വെറുതെ വിട്ടു. എന്നാൽ വ്യഭിചരിച്ച പുരുഷനെ തേടിപ്പോയതുമില്ല. ആരാണതെന്ന് അന്വേഷിച്ചുകൊണ്ട്. ഇസ്ലാമിന്റെ ചരിത്രം അതാണ്. ആ ചരിത്രത്തിന്റെ മാഹാത്മ്യത്തെ പൂഴ്ത്തിവെച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ നല്ല വശങ്ങൾ പൂഴ്ത്തിവെച്ചുകൊണ്ട് ഇസ്ലാമിനെ വികൃതമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാം വിരുദ്ധരായ അൾട്രാ സെക്യുലറിസ്റ്റുകളോടൊപ്പം ചേർന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ മുസ്ലിം സമുദായത്തെയും ഇസ്ലാമിക ദർശനത്തെയും അമ്പെയ്ത് പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ, അവർ ഇസ്ലാമിനെയാണ് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കണം, ഓർത്തിരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിന്റെ സമഗ്രതയെ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുമെന്ന് മാത്രമല്ല, അതിന്റെ പ്രതിനിധാനം ഇന്ത്യയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു, പൂർവാധികം ശക്തിയായി ഇനിയും നിർവഹിച്ചുകൊണ്ടിരിക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാമിക സമൂഹത്തിൽ ചില അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നീക്കിക്കിട്ടണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഏതൊരു സമൂഹത്തിലാണോ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉള്ളത്,
ആ സമൂഹവുമായി കലഹിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിച്ചിട്ടില്ല. ബോധവൽക്കരണത്തിലൂടെ, അറിവ് പകരുന്നതിലൂടെ, വയലുകളിലൂടെ, ഉറുദികളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, ജുമഅ ഖുതുബകളിലൂടെ, പ്രസിദ്ധീകരണങ്ങളിലൂടെ മുസ്ലിം സമുദായത്തിനകത്തുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. ഒരു തെറ്റിദ്ധാരണയും അന്ധവിശ്വാസത്തെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കില്ല, അനാചാരത്തെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കില്ല. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കർമ്മശാസ്ത്രപരമായ പല അഭിപ്രായ ഭേദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായ ഭേദങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സുന്നത്തും മറ്റേത് ബിദ്അത്തുമാണ് എന്ന തീർപ്പിൽ ജമാഅത്തെ ഇസ്ലാമി എത്തിയിട്ടില്ല. അതുകൊണ്ട് കർമ്മശാസ്ത്രത്തിന്റെ വിഷയത്തിലുള്ള അഭിപ്രായ ഭേദങ്ങളെ ജമാഅത്തെ ഇസ്ലാമി ഉൾക്കൊള്ളുന്നു, അക്കമഡേറ്റ് ചെയ്യുന്നു. ഇതിനെ അവസരവാദം എന്ന് വിശേഷിപ്പിക്കുന്നവർ ഇസ്ലാമിന്റെ ചരിത്രവും മൗലികതയും അറിയാത്തവരാണ്. സഹാബികളെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചിട്ടില്ലാത്തവരാണ്. താബികളെക്കുറിച്ചും പഠിക്കാൻ തീരുമാനിച്ചിട്ടില്ലാത്തവരാണ്. ആധുനിക പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെങ്കിലും വായിച്ചുകൊണ്ട് ചരിത്രത്തിൽ എന്തായിരുന്നു ഫിഖ് കാര്യത്തിലുള്ള അഭിപ്രായ ഭിന്നതകളെക്കുറിച്ചുള്ള പണ്ഡിതന്മാരുടെ നിലപാട് എന്നവർ പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ്. കർമ്മശാസ്ത്രത്തിൽ ഇവിടെ കൈകെട്ടുന്നത് ബിദ്അത്തും ഇവിടെ കൈകെട്ടുന്നത് സുന്നത്തും. വയറ്റത്ത് കൈകെട്ടുന്നതാണോ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനോട് ജമാഅത്തെ ഇസ്ലാമിക്ക് യാതൊരു അനുകമ്പയുമില്ല. ഈ കർമ്മശാസ്ത്ര ഭിന്നതകളുടെ ചരിത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ഇസ്ലാമിക ചരിത്രത്തോളം പഴക്കമുള്ളതാണ്. അതുകൊണ്ട് ആ വൈവിധ്യങ്ങളെ ജമാഅത്തെ ഇസ്ലാമി അക്കോമഡേറ്റ് ചെയ്യുന്നു. ആ വൈവിധ്യങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നതിനർത്ഥം ഇസ്ലാമിന്റെ മൗലിക പ്രമാണങ്ങളുമായി ഏറ്റുമുട്ടുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി ലാഘവത്വം പുലർത്തുമെന്നല്ല. ഇസ്ലാമിക സമൂഹത്തിന്റെ പുരോഗതിയെ തടയുന്ന യാഥാസ്ഥിതിക മതപണ്ഡിതന്മാരുടെ എല്ലാ ജൽപ്പനങ്ങൾക്കെതിരെയും ജമാഅത്തെ ഇസ്ലാമി നിശബ്ദത പുലർത്തും എന്നുമല്ല. കർമ്മശാസ്ത്ര വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതോടൊപ്പം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായിട്ടുള്ള പോരാട്ടത്തെ ജമാഅത്തെ ഇസ്ലാമി നിലനിർത്തുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്യും. മുസ്ലിം സമുദായത്തിൽ മദ്യപാനവും അശ്ലീലതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഗ്രാമത്തിലും ഓരോ പട്ടണത്തിലും ഈ മദ്യപാനത്തിനെതിരായി, മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിനെതിരായി, അത് രണ്ടും സൃഷ്ടിക്കുന്ന മറ്റു തിന്മകൾക്കെതിരായിട്ടുള്ള പോരാട്ടം ജമാഅത്തെ ഇസ്ലാമി നടത്തും. മതസംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രവർത്തിച്ചതിന്റെ 10ൽ 1 മുസ്ലിം സമുദായത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ, അശ്ലീലതക്കും ലൈംഗിക അരാജകത്വത്തിനുമെതിരെ ശബ്ദിക്കാൻ സമയം കണ്ടെത്തിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. പൊതുവിൽ അവർ നിശബ്ദത പുലർത്തുകയാണ്. അർത്ഥഗർഭമായ നിശബ്ദത. എന്തിനാണ് ഈ നിശബ്ദതയെന്നോ? രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഇന്ധനമാണ് മദ്യം. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രവർത്തനത്തിന്റെ ഇന്ധനമായി ഉപയോഗപ്പെടുത്തുന്ന മദ്യത്തെ എതിർക്കുന്നത് അവരുടെ താൽപര്യത്തിന് എതിരായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള സമരപോരാട്ടങ്ങളിൽ, സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങളിൽ മുസ്ലിം സമൂഹത്തിലെ സംഘടനകൾക്ക് ആർജവം പുലർത്താൻ കഴിയാതിരിക്കുന്നത് എന്നത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ മൂല്യാധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വളർത്തണം എന്നാഗ്രഹിക്കുന്നുണ്ട്.
ആ മൂല്യാധിഷ്ഠിത സമൂഹത്തിന്റെ നിർമ്മാണത്തിനു വേണ്ടി ഉള്ള സമരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണ് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള സമരം. ആ സമരം ജമാഅത്തെ ഇസ്ലാമി തുടരുക തന്നെ ചെയ്യും. അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ മുസ്ലിം സമുദായത്തെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ക്രിയാത്മകമായി എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആദർശം നിലനിർത്തിക്കൊണ്ട്, നമ്മുടെ വിശ്വാസ സംഹിതകളോട് കൂറുപുലർത്തിക്കൊണ്ട്, ഇസ്ലാമിനെ അതിന്റെ എല്ലാ സ്വഭാവത്തിലും പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ ഹൈന്ദവ സമൂഹവുമായും ക്രൈസ്തവ സമൂഹവുമായും ആദിവാസി ദലിത സമൂഹങ്ങളുമായും മതമില്ലാത്ത വിഭാഗങ്ങളുമായും സൗഹൃദത്തോടുകൂടി ജീവിക്കുവാൻ കഴിയും. ജീവിക്കാൻ കഴിയുമെന്നത് നമ്മുടെ ചരിത്രമാണ്, നമ്മുടെ പാരമ്പര്യമാണ്. മാത്രമല്ല വർത്തമാനകാല യാഥാർത്ഥ്യവുമാണ്. നമുക്കിവിടെ ജീവിക്കാൻ കഴിയും ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം നാട്ടിലെ ഭരണഘടന നമുക്ക് നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ നിയമവാഴ്ചയിലും ഭരണനിർവഹണത്തിലും വ്യതിയാനങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് എങ്കിലും അടിസ്ഥാനപരമായി ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ജനതയും ഈ പ്ലൂറലിസത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയ പ്രസ്ഥാനമെന്ന് ആരോപിക്കുന്നവർ സ്വയം ആത്മപരിശോധന നടത്തേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയ സംഘടനയായും മൗലികവാദ സംഘടനയായും തീവ്രവാദ സംഘടനയായും പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് വീടുകളിൽ കയറിയിറങ്ങി നടത്തിയിട്ടുള്ള പ്രചാരണങ്ങൾ എന്തായിരുന്നു? എന്തായിരുന്നു പ്രചാരണം? അങ്ങ് തൊടുപുഴയിൽ നിർഭാഗ്യവാനായ ഒരു കോളേജ് അധ്യാപകൻ, അദ്ദേഹം വളരെ വൃത്തികെട്ട ഒരു പരാമർശം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് നേരെ നടത്തി. ഒരിക്കലും നടത്താൻ പാടില്ലാത്തതായിരുന്നു. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ സമുദായവും അദ്ദേഹം ജോലി ചെയ്യുന്ന കോളേജിന്റെ മാനേജ്മെന്റും സഭയും ഗവൺമെന്റും അച്ചടക്ക നടപടികളുടെ കാര്യങ്ങളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിന് നേരെ കടന്നാക്രമണം നടത്തുന്നവർക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുക്കുവാനുള്ള സ്റ്റെപ്പുകളായിരുന്നു എടുത്തു വന്നിരുന്നത്. പക്ഷേ ആ സ്റ്റെപ്പ് വർഗീയ ധ്രുവീകരണം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമല്ല, പ്രതികൂലമാണ്. അതുകൊണ്ട് അതിനെ മുഴുവൻ ടാർപ്പിട ചെയ്യുന്ന സ്വഭാവത്തിൽ അദ്ദേഹത്തിന്റെ വലതുകൈ ചില ആളുകൾ വെട്ടിനീക്കുകയുണ്ടായി. വലതുകൈ വെട്ടുനീക്കി. കേരളത്തിലെ ഏറ്റവും പ്രമാദമായ സംഭവങ്ങളിൽ ഒന്നായിരുന്നു അത്. ഇവരൊക്കെ വിചാരിക്കുന്നത് ഇസ്ലാമിക ജിഹാദ് നടക്കുന്നത് ഏതെങ്കിലും ഇടവഴിയിൽ വെച്ചാണ് എന്നാണ്. ഏതെങ്കിലും ഇടവഴിയിൽ വെച്ച് ആരുടെയെങ്കിലും കാല് കൊട്ടിയാൽ, ആരുടെയെങ്കിലും കൈവെട്ടിയാൽ ഇസ്ലാമിക ജിഹാദ് അർത്ഥപൂർണമായി എന്നുള്ള വിശ്വാസമാണ് ഇവർക്കൊക്കെ. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെതിരെ ജിഹാദ് നടക്കുന്നത് മീഡിയയിലാണ്. ആ മീഡിയ ഇസ്ലാമിനെതിരായിട്ട് ഈ സംഭവത്തെ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഒരു കൊച്ചു പ്രസ്ഥാനത്തിന് ഇതിനെ പ്രതിരോധിക്കാൻ ചെറിയ മാധ്യമങ്ങളേ ഉള്ളൂ. ആ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതുകൊണ്ട് തീരുന്നതായിരുന്നില്ല ഇതിന്റെ ഇമ്പാക്ട്. സോളിഡാരിറ്റിയുടെ ഊർജ്ജസ്വലരായ പ്രവർത്തകർ ആശുപത്രിയിലേക്ക് കടന്നു ചെന്ന് അവരുടെ രക്തം കൊണ്ട് സൗഹാർദ്ദത്തിന്റെ പുതിയ ചരിത്രം സൃഷ്ടിച്ചു. പക്ഷെ മുസ്ലിം സമുദായത്തിനകത്ത് പ്രചരിപ്പിക്കപ്പെട്ടത്
പ്രവാചകനെ നിന്ദിച്ചവർക്ക് രക്തം നൽകിയവരാണിവർ എന്ന്. അവർ വേദികളിൽ കയറി ആക്രോശിക്കുന്നതോ ജമാഅത്തെ ഇസ്ലാമിക്കാർ വർഗീയവാദികളാണ്, വർഗീയവാദം വളരുന്നു ജമാഅത്തിന്റെ പ്രവർത്തനം കൊണ്ട് എന്ന്. ഈ വൈരുദ്ധ്യത്തിന് ജനങ്ങളുടെ മുമ്പിൽ എന്തു മറുപടി പറയും, അല്ലാഹുവിന്റെ മുമ്പിൽ എന്തു മറുപടി പറയും എന്നവർ ചിന്തിക്കണം. ഞാൻ സോളിഡാരിറ്റിയുടെ യുവാക്കളെ അഭിവാദനം ചെയ്യുന്നു. ഇസ്ലാമിന്റെ ഏറ്റവും ശരിയായ പ്രതിനിധാനമാണത്. ഇസ്ലാമിനെ തീവ്രവാദവും ഭീകരവാദവുമായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരമായ ഒരു പ്രതിനിധാനമാണത്. ആ പ്രതിനിധാനത്തെ കൊച്ചാക്കാൻ 1 മാസമോ 2 മാസമോ കഴിയുമെങ്കിലും ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുക തന്നെ ചെയ്യും. എന്തായിരുന്നു വീടുകളിൽ കയറി നിന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് എന്ന് ചരിത്രം സംസാരിച്ചവരെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയുമുണ്ടാകും. മുസ്ലിം സമുദായവും മതേതര വിഭാഗം എന്നറിയപ്പെടുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളും എന്ത് മെസ്സേജാണ് ഈ സംഭവത്തിലൂടെ കേരളീയ സമൂഹത്തിന് നൽകിയിട്ടുള്ളത്? നിങ്ങൾ ആലോചിച്ചു നോക്കണം. കൈവെട്ടിയ സ്ഥലത്ത് ഉള്ള വിജയം, പ്രതികളായ വ്യക്തികൾക്കുണ്ടായ വിജയം, അത് ആസൂത്രണം ചെയ്തു എന്ന് പറയപ്പെടുന്ന ഗ്രാമത്തിലുണ്ടായ വിജയം, ആ വിജയത്തിന് കാരണമായി തീർന്നിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ ഓരോ മിനിറ്റിലും വർഗീയവാദികൾ എന്ന് പറഞ്ഞ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകളുടെ ഉത്തരവാദിത്വം, വോട്ടുകളുടെ നില പരിശോധിച്ചുകൊണ്ട് വേണം നിങ്ങളത് വിലയിരുത്താൻ. ഈ ഉത്തരവാദിത്വത്തിൽ നിന്നൊഴിഞ്ഞു വരാൻ കഴിയും. പക്ഷെ ഇത്തരം പ്രചരണങ്ങൾ കൊണ്ട് കേരളത്തിന്റെ ബഹുസ്വരതയെ ക്രിയാത്മകമാക്കുകയും സർഗാത്മകമാക്കുകയും ചെയ്യുക എന്ന പ്രവർത്തനത്തിൽ നിന്ന് ഒരു കടുകിട പിന്നോട്ട് പോകുവാൻ ജമാഅത്ത് തീരുമാനിച്ചിട്ടില്ല. സാമുദായികതയും വർഗീയതയുമാണ് വിജയിക്കുക. അതുകൊണ്ട് കേരളത്തിൽ അത് പയറ്റി നോക്കാമെന്ന തെറ്റായ ഒരു തീരുമാനത്തിലും ജമാഅത്തെ ഇസ്ലാമി എത്തിയിട്ടില്ല. കാരണം വിജയമല്ല, ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള പ്രതിനിധാനമാണ് ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വെക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയ തീവ്രവാദ സംഘടനകൾ എന്ന് പറഞ്ഞ് ആക്രമിക്കുന്നവർ ഒരു കാര്യം പറയണം. ഏതെങ്കിലും ഒരു ജമാഅത്ത് പ്രവർത്തകൻ, ഒരു പ്രവർത്തക വീട് വീടാന്തരം കയറിയിറങ്ങിയിട്ടുള്ള അവരുടെ കഠിനമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടക്ക് ഏതെങ്കിലും ഒരു വാചകം തീവ്രവാദ സ്വഭാവമുള്ളതായി, സാമുദായിക സ്വഭാവമുള്ളതായി പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഇല്ല. ജമാഅത്തെ ഇസ്ലാമി ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിരുന്നു. ആ മുദ്രാവാക്യങ്ങൾ ഇന്നും തങ്കപ്പെട്ടു കിടക്കുകയാണ്. ആ മുദ്രാവാക്യങ്ങളെ പ്രതിനിധീകരിക്കുവാൻ ആ സന്നദ്ധതയുണ്ട് എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ്. ആ മുദ്രാവാക്യം ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ മുദ്രാവാക്യത്തെ പ്രതിനിധീകരിക്കുവാൻ, അഴിമതിരഹിത ഭരണമെന്ന, നീതിപൂർവമായ ഭരണമെന്ന സംഗതിയെ പ്രതിനിധീകരിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്ക് ശേഷിയുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തെളിയിക്കപ്പെടേണ്ട കാര്യമല്ല. ജമാഅത്ത് പ്രവർത്തകരുടെ കർമ്മം കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും ആളുകൾക്ക് ബോധ്യമാകേണ്ട കാര്യമാണിത്. ആളുകളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ ജമാഅത്ത് പ്രവർത്തകർക്കാകും എന്ന് അവർക്ക് ബോധ്യപ്പെടണം. ആ രാഷ്ട്രീയ ആവശ്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഇവർ പറഞ്ഞു നടക്കുന്ന മൂല്യങ്ങളെ പ്രതിനിധീകരിക്കാൻ അവർക്ക് കഴിയും എന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടുന്നതുവരെ ക്ഷമിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടും മുന്നോട്ട് പോവുക മാത്രമേ നിർവാഹമുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം വർഗീയതയോ തീവ്രവാദമോ ആയിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം അഴിമതി രഹിത ഭരണവും ജനപക്ഷ വികസനവും വിഭവങ്ങളുടെ നീതിപൂർവകമായിട്ടുള്ള വിതരണവും
എന്നുള്ളതായിരുന്നു. ആ മുദ്രാവാക്യം ഉജ്ജ്വലമായി അന്തരീക്ഷത്തിലുണ്ട്. അന്തരീക്ഷത്തിൽ നിന്ന് അത് ആർ സ്വീകരിക്കുവാൻ സന്നദ്ധമാകും എന്ന വെല്ലുവിളിയും അന്തരീക്ഷത്തിലുണ്ട്. തീർച്ചയായും കഠിനമായ ശ്രമങ്ങളിലൂടെ ഈ പ്രതിനിധാനത്തിലേക്ക് മുന്നേറുവാൻ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്ക് കഴിയും. ഈ പ്രതിനിധാനം സ്വയം ഏറ്റെടുക്കുവാൻ അക്കാലത്ത് രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധമാകും എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹമധ്യത്തിലേക്ക് ഇറങ്ങി ജനങ്ങളെ സേവിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ വ്യാപൃതരാകുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.